In August 2018, the state of Kerala in India was battered by the worst flood in a century, costing around $2 billion in damage to infrastructure and the economy. For nearly a whole month, the state was drowning. Unprecedented heavy monsoons, a clear sign of climate breakdown, swamped Kerala. The resulting damage was amplified by poor development decisions that had covered mountain and wetland ecosystems like the Western Ghats with concrete. The floods took away people's lands, livelihoods, and lives. The havoc in Kerala was met with extraordinary solidarity amongst people from all religions, classes, and communities, rich with poor, urbanites with rural population, fisherfolk with armed forces. Activists of Global South have long rejected the dominant conservative view of women of their region, primarily as victims of colonization, conflicts, and climate change. Undocumented and often forgotten, our region is rich with the individual and collective stories of women who have been at the forefront of defining adaptation and resilience before they were a service offered by the global north. The world is not without the strength and capacities of these women. They are at the forefront of many of the present fights against large-scale dams, deforestation, monocropping, oil and gas development, mining and polluting industries, all of which contribute to climate breakdown. കിടന്നത് ഇപ്പോഴും കുറേ വർഷത്തിനിപ്പുറം ഒന്നിനൊന്നിനും ഇങ്ങ് കരയ്ക്ക് വരുന്നതല്ല ഉള്ളിലോട്ട് കടൽ ഒരിക്കലും അങ്ങ് പോകത്തില്ല. ഉള്ളിൽ ഈ കരയ്ക്ക് വരുംതോറും ഞങ്ങൾക്ക് ഭയമാണ്, പേടിയാണ്. കടൽ ഇനി ഉള്ള വീടുകൾ അത്രയും പോയി. പിള്ളേർ നല്ല സന്തോഷമായിട്ട് കടലിൽ പോയി കിടന്ന് കളിച്ച് കുളിച്ച് സുഖമായിട്ടൊക്കെ കരയ്ക്ക് വരും. കടലില്ല അപ്പോഴും. പട്ടണിയായാലും കയറി കിടക്കാൻ ഒരു കിടക്കാടം കൊണ്ട് ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ പട്ടണിയും കിടക്കാടവും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ പോയി പെൺപിള്ളേരെയും കൊണ്ട് നമ്മൾ എവിടെ പോകും? ഇപ്പൊ ഈ വർഷം ഈ കടൽ ഇങ്ങനെ, അടുത്ത വർഷം ആകുമ്പോൾ എൻ്റെ വീടും പോകും. പണ്ടെന്ന് പറഞ്ഞാലുണ്ട് ചെറിയ വീടാണെങ്കിലും വീടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ രാത്രി കാലങ്ങളിൽ പകലാണെങ്കിലും ചൂട് നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുകയില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ അന്തരീക്ഷം മാറി വാർത്ത കെട്ടിടങ്ങൾ, പിന്നെ അതുപോലെ ഷീറ്റ് ഉള്ള വീട് ആണ് ഇപ്പോൾ വെക്കുന്നത്. അപ്പോൾ അവരുടേതായ രീതിയിൽ അനുസരിച്ചുള്ള വീടുകളാണ് വെക്കണമെങ്കിലും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത്. വലിയ പായുണ്ട്, ഉണക്കപ്പായെന്നും പറഞ്ഞ് വലിയ പായുണ്ട്. അത് നമ്മളിങ്ങനെ രാത്രിക്ക് ഫാനൊന്നുമില്ല, വീടുകളിൽ കറണ്ടേ ഇല്ല. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനു മുമ്പ് ഞങ്ങൾ വേനൽക്കാലത്തെന്ന് വെച്ചെന്ന് 8-8:30 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഉണക്കപ്പായിട്ട് ഉറക്കം വരുന്നവരെ ഒരു 10-12 മണി വരെ മുറ്റത്ത് ഉണക്കപ്പായിട്ട് കിടക്കും. അപ്പോഴേക്കും നമ്മൾ നല്ല ഐസ് പോലെ തണുക്കും. ഈ ചെറിയ കാറ്റും മണ്ണിൽ കിടക്കണതിൻ്റെ ആ ഒരു സുഖം പായിൽ നമുക്ക് തണുപ്പ് കിട്ടും. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് വെച്ചാൽ നമ്മൾ മുറ്റങ്ങളൊന്നും ടൈലിടുന്ന പ്രശ്നമേ ഇല്ല. എല്ലാ മുറ്റത്തും വെള്ളം സംഭരിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഈ മഴ പെയ്യുമ്പോൾ സീസണായിട്ട് തന്നെ നമുക്ക് ജൂണിൽ മഴ കിട്ടുമെന്ന് പറഞ്ഞാൽ ജൂണിൽ തന്നെ മഴ വരുമായിരുന്നു. ഇപ്പം ആ മഴ ഇപ്പോൾ വരുന്നില്ല. മഴ ഉണ്ടായെന്നാൽ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ, തോടുകളുണ്ടായിരുന്നു, കുളങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം നികത്തി ഫ്ലാറ്റ് പണിത് വെച്ചിരിക്കും. എൻ്റെ വീട്ടിലൊരു കുളമുണ്ട്, പക്ഷെ അതിന് അതിന് വേസ്റ്റ് ഒക്കെ ഇട്ടെന്നൊന്നും നിൽക്കുന്ന പോലെ അത് വെള്ളമൊന്നുമില്ല അങ്ങനെ. അഥവാ ഇപ്പോൾ വെള്ളം പ്രളയത്തിനാണെങ്കിലും വെള്ളം പൊങ്ങിയപ്പോൾ പ്ലാസ്റ്റിക് എല്ലാം കൂടി പുറത്ത് വന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളതെല്ലാം കൂടി എടുത്ത് കുളത്തിലോട്ട് ഇട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
കുളത്തിലെ വെള്ളമാണ് പണ്ടുള്ളവർ കുടിച്ചോണ്ടിരുന്നത്. ഇപ്പോൾ കുളത്തിൽ വെള്ളമില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ കൊതുകും കൂത്താടിയും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ആ സമയത്ത് ഉച്ചക്ക് ആഹാരമൊന്നുമില്ല. അന്ന് അരിക്ക് ഈ പറഞ്ഞ പോലെ വറുതിയ അരി കിട്ടാനില്ല. അരിക്ക് ഭയങ്കര വിലയാണ്. 1 കിലോ അരിക്ക് 60 രൂപ 70 രൂപ. അന്ന് ജോലിയും കൂലിയും ഒന്നും ഇല്ല. ചെയ്യുന്ന ജോലിക്ക് കൂലിയില്ല. എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല കണ്ണാടില്ലാണ്. ഞങ്ങൾ അവിടെ പോയി അച്ഛൻ വള്ളത്തേൽ ഇവിടുന്ന് ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ട് അവർ കൊയ്ത് കഴിയുമ്പോൾ ഈ ബാക്കി വരുന്ന നെല്ല് ഞങ്ങളിങ്ങനെ പെറുക്കും. എൻ്റെ ഒരു 10-11 വയസ്സിലൊക്കെ ഞാൻ അവിടെ പോയി നെല്ല് പെറുക്കാൻ പോയിട്ടുണ്ട്. അവർ കൊയ്ത് മുകളിലത് പോകുമ്പോൾ ഈ ചെറിയ നെല്ലങ്ങോട്ട് താഴെ പോകും. അത് ഈ പിന്നെ പളവ മുരിക്കൻ എന്നൊക്കെ പറഞ്ഞുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ കൃഷി ചെയ്താണ്. റാണി ചിത്രയിലൊക്കെ ഞാൻ പോയി നെല്ല് പെറുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് ആ മാങ്ങ ഞങ്ങൾ ഇപ്പം വേനലിലല്ല ഉണ്ടാകുന്നത്. അത് വർഷകാലത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരണിയിലും മംഗലത്തിലും ഒക്കെ ഉപ്പിലിട്ട് തുണി കൊണ്ട് മൂടിക്കെട്ടി വെക്കുമായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കും പോലെ അന്നത്തെ കാലത്ത് ഞങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഉണക്കി മാങ്ങ പൂളി ഉണക്കി ഉപ്പും പെരട്ടി ഉണക്കി അങ്ങനെ വെക്കുക. അതുപോലെ മീനുകളാണെങ്കിലും വേനൽക്കാലത്ത് ഉണക്കിയിട്ട് ഉപ്പും ഒക്കെ വേണ്ടി ഈ കാലത്തിലൊക്കെ ഇട്ട് മൂടിക്കെട്ടി അങ്ങനെ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാനായിട്ട് വെച്ച് വെക്കുക. ഇപ്പോൾ ഇവർ പറയുന്നത് ഉണക്കി സൂക്ഷിക്കാറുണ്ടെന്ന് പറയും. മഴക്കാലത്ത് വേറെ വേനൽക്കാലത്ത് വേറെ ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കാറുണ്ടെന്ന് പറയും. ഇപ്പം അങ്ങനെയുള്ള ഉണക്കി സൂക്ഷിക്കുന്ന എങ്കിലും കണ്ടിട്ടുമില്ല, ഞങ്ങളുടെ വീട്ടിനകത്ത് ചെയ്തിട്ടുമില്ല. ഫ്രിഡ്ജ് എല്ലാ വീടുകളിലും ഒന്നും എൻ്റെ കാലത്തൊന്നും എല്ലാ വീടുകളിലും ഇല്ല. സാമ്പത്തികമായിട്ട് നല്ല ഉയർന്നവരുടെ വീടുകളിൽ മാത്രമേ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നുള്ളൂ. അത് ചെറിയ മൺകൂജയില്ലേ, മൺകലങ്ങളിൽ നല്ല പിന്നെ ചരലിൻ്റെ നല്ല കല്ലുകൾ കഴുകി വൃത്തിയാക്കിയിട്ട് രാമച്ചമായിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മിനറൽ വാട്ടർ അല്ലെങ്കിൽ ഫ്രിഡ്ജിലെ വെള്ളമൊന്നുമല്ല, നല്ല രുചികരമായിട്ടുള്ള വെള്ളം കുടിക്കുമായിരുന്നു. പിന്നെ വേനൽക്കാലത്ത് ഒരു പണിയുണ്ട്. രാത്രി കൂടുതൽ ചോറിട്ട് ഉച്ചയ്ക്ക് വെക്കും. ആ ചോറ് നമ്മൾ രാത്രി ഫ്രിഡ്ജൊന്നും ഇല്ല, ഫ്രിഡ്ജിൽ വെക്കല, ആ മൺകലത്തിൽ തന്നെ അടച്ചു വെക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉള്ളിയും ചതച്ചിട്ട് അത് വെച്ചേക്കും. രാവിലെ കാപ്പിക്ക് ലൈറ്റായിട്ടൊക്കെ കഴിക്കുകയുള്ളൂ. ആ ലൈറ്റായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണല്ലോ കൂടുതലും. ഈ അരിയൊക്കെ ഇടിച്ചും അരച്ചും ഒക്കെ വരുമ്പോൾ പെണ്ണുങ്ങളൊക്കെ വിഷമിക്കും. വേറെ രോഗം വരികയാണ്. പഴഞ്ചോറും ഈ ഉള്ളിയും മുളകും ഇടിച്ച് ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഉപയോഗിക്കുന്ന മത്സ്യത്തിന് പോലും ഈ ചൂട് കൂടിയതുകൊണ്ട് രുചി വ്യത്യാസങ്ങളുണ്ട്. കുളത്തിലെ ആയാലും കടലിലെ ആയാലും കായലിലെ ആയാലും മത്സ്യത്തിൻ്റെ രുചിയിൽ പോലും ആ വ്യത്യാസം വന്നിട്ടുണ്ട്. പച്ചക്കറികളിലും ഉണ്ട്. ഇപ്പം ഈ മത്സ്യത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നതെങ്കിലും ഇപ്പം നമ്മൾ മത്സ്യം മുറിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്ലാസ്റ്റിക്കുള്ള മത്സ്യം വരെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് കൊടുക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ മനസ്സിലറിയാം ഇതിൽ കുറേയെങ്കിലും വിഷം ഉണ്ടെന്ന് അറിയാം. എൻ്റെ ഒരു ഇത് വെച്ചാകുമ്പോൾ ഞാൻ കോളേജിൽ പോകുന്നു, വീട്ടിൽ വരുന്നു, TV കാണുന്നു, ഫോണിൽ കളിക്കുന്നു, പിറ്റേ ദിവസം അതുപോലെ തന്നെ. അല്ലാതെ ഒരിടത്ത് നമ്മൾ സമൂഹമായിട്ടൊരു ബന്ധത്തിൽ പോകുന്നില്ല. Sitting in Kerala, we always thought that Kerala is a very safe place. But the last 2 floods, actually it was a real, along with the outside impact, it has impacted our psyche also. Beyond the protected area, whether it is forest or wetlands but the main area where we live, actually it is it is basically an agricultural land. So whatever happens to that land, that has a larger implication. So whether it is water availability, whether it is biodiversity, whether it is the health of people or food security, everything is connected, linked to farmers. But nobody realizes the service provided by the farmers. We could get the government to actually work on an organic farming policy. Similarly, Paddy Land Wetland Conservation Act. Similarly, with other groups also, we could motivate a lot of youngsters also to get into farming. 10 years back, nobody was talking about agriculture in Kerala, but now you will see a lot of them. Every panchayat you will see a small group working on organic farming, agroecology, zero budget natural farming, various names. Zero waste and organic farming is now become part of a one project. Whether it is Harida Kerala Mission, which is the coordinating body. We look at resource use in various sectors so that we do not create much waste, and also to find out solutions at the local level with the communities.
we always keep telling that waste is created when there is no relationship in the society. To solve the problem, technology is not the limiting factor. Basically, any projects, if you look at, they do not put money on human resource. They put money on technology, they put money on other kind of investments, but not on people. So in the case of waste, especially any problem in the community unless you work with the people and find solutions there itself, you cannot solve the issue. Many of these new products which came to the market, whether it is pesticides or plastics or any consumer products, actually it has replaced women actually from their traditional livelihood. For example, in Trivandrum and all, if you maybe 20-25 years back, you will see a lot of women working from home itself on paper cover, and they give it to the local shops. So but then completely when plastic packaging and then plastic carry bags came, that job was completely wiped out, and there is no data on how many women have been displaced from their livelihood.